ന്യൂസ് ഡെസ്കിൽ നിന്നും കെ രാജേന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. രാജേന്ദ്രൻ, ഈ സുപ്രീം കോടതിയുടെ ഇടപെടൽ വരുമ്പോൾ പ്രസക്തമാകുന്ന മറ്റൊരു കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയലക്ഷ്യ ഹർജി SBIക്കെതിരെ കോടതിയലക്ഷ്യ ഹർജിയുമായി സുപ്രീം കോടതിയിൽ എത്തിയത് CPIM എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന വലിയൊരു പാർട്ടി ഉണ്ടായിരുന്നു. നിരവധി രാജ്യത്തെ ബാധിക്കുന്ന, രാജ്യത്തെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പല വിഷയങ്ങളിലും കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ വല്ലാത്ത മൗനം പാലിക്കുമ്പോഴാണ്, അപകടകരമായ മൗനം പാലിക്കുമ്പോഴാണ് CPIM രാജ്യത്തെ ജനാധിപത്യം പുലരണമെന്ന് ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്യുന്നത്. വളരെ കൃത്യമായിരുന്നു കാര്യങ്ങൾ. സുപ്രീം കോടതിയിൽ വിവരങ്ങൾ നൽകാൻ SBI മടിക്കുന്നതിന് പിന്നിൽ മോദി സർക്കാരിൻ്റെ ഇടപെടലാണെന്നുള്ള കൃത്യമായ ബോധ്യം CPIM-നുണ്ട്, ഇവിടുത്തെ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്കുണ്ട്. ഇങ്ങനെ വിവരങ്ങൾ നൽകാൻ മടിക്കുന്നതിലൂടെ രക്ഷപ്പെടുന്നത് മോദി സർക്കാരാണെന്ന് CPIM-ന് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് ഈ കള്ളപ്പണം വെളുപ്പിച്ചത് ആരെന്നറിയാൻ SBI കാണിക്കുന്ന ഈ മടിയെ, SBIയുടെ ഈ ഗിമ്മിക്കിനെ പൊളിച്ചു കാണിക്കുക എന്നുള്ളത് CPIM-ൻ്റെയും രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു നിയമ പോരാട്ടവുമായി CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സുപ്രീം കോടതിയിലേക്ക് ചെല്ലുകയും ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് നിർണായകമായ ഒരു ഉത്തരവ് വരികയും ചെയ്തിരിക്കുന്നത്. എങ്ങനെ കാണുന്നു ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഈ മൗനത്തെയും ഒപ്പം തന്നെ CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ജനങ്ങളോടും ജനാധിപത്യത്തോടുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ചും? നമ്മൾ ഈ എന്തുകൊണ്ട് കോൺഗ്രസ് മൗനം പാലിക്കുന്നു എന്ന കാര്യത്തിൽ അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. ഈ ഇലക്ട്രൽ ബോണ്ടുകളുടെ ഗുണഭോക്താക്കൾ BJPയും കോൺഗ്രസുമാണ്. ഈ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ ഇതുപോലെ കുറേ കള്ളപ്പണം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇതിനകത്തൊരു താല്പര്യം എടുക്കില്ല. മാത്രമല്ല, ഇലക്ട്രൽ ബോണ്ട് ബില്ല് ഇതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം നടന്നപ്പോൾ കോൺഗ്രസ് അതിനെ പൂർണ്ണമായും പിന്തുണച്ച പാർട്ടിയാണ്. കോൺഗ്രസ് അതിനെ പിന്തുണച്ചു. കോൺഗ്രസ് ഇതിൻ്റെ ഗുണഭോക്താവായി. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഒരു രീതിയിലുള്ള ഇടപെടലും നമ്മൾ പ്രതീക്ഷിക്കുന്നേയില്ല. അതേസമയത്ത് CPM ഈ ഇതിൻ്റെ തുടക്കം മുതൽക്ക് തന്നെ, അന്ന് ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി ഇതുമായി ബന്ധപ്പെട്ടുള്ള ബില്ല് അവതരിപ്പിച്ച ആ ഘട്ടത്തിൽ തന്നെ അതിന് ഏറ്റവും ശക്തമായ രീതിയിൽ CPM എതിർത്തിരുന്നു. CPM ഇതിലൂടെ നയാ പൈസ പോലും വാങ്ങിയിട്ടില്ല, ഞങ്ങൾക്കാരും തന്നെ ഇലക്ട്രൽ ബോണ്ടിലൂടെ ഒരു സംഭാവന നൽകണ്ട എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയ പാർട്ടിയാണ് CPI. അതുകൊണ്ടാണ് സീതാറാം യെച്ചൂരി ഇതുമായി ബന്ധപ്പെട്ട ആദ്യം സുപ്രീം കോടതി ഹർജി സമർപ്പിച്ചു. അതിലൊരു അനുകൂലമായ വിധിയുണ്ടായത് മാത്രമല്ല, ആ വിധി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ എന്ന് തന്നെ പറയുന്നു. കാരണം മോദി സർക്കാരാണ് SBIയെ കൊണ്ട് ഈ ഹർജി കൊടുപ്പിച്ചത്. അതിനകത്തൊരു സംശയവും വേണ്ട. ഇതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും അധികം തിരിച്ചടിയാവുന്നത് BJPക്കും BJPയിലും ഉപരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമാണ്. അതുകൊണ്ട് ഈ മോദി സർക്കാർ SBIയെ കൊണ്ട് ഇത്തരമൊരു ഹർജി കൊടുപ്പിച്ചപ്പോൾ ഇത് കോടതി അലക്ഷ്യമാണെന്നും കോടതി മാർച്ച് 6 മുമ്പ് വിവരങ്ങളെല്ലാം പ്രസിദ്ധപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടും SBI അത് പാലിക്കാത്തത് കോടതി അലക്ഷ്യമാണ്. കോടതി അലക്ഷ്യത്തിന് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് CPM-ൻ്റെ ജനറൽ സെക്രട്ടറിയായ സീതാറാം യെച്ചൂരി സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇന്ന് സുപ്രീം കോടതി വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം പുറത്തുവിടണം, അതോടൊപ്പം തന്നെ നാളെ തന്നെ വിവരങ്ങൾ കൈമാറണം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. കാരണം SBIയുടെ കൈവശം ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളുമുണ്ട്. SBIയുടെ മുംബൈ ഓഫീസിൽ ക്രോഡീകരിച്ച വിവരങ്ങളുണ്ട്. ഇനിയിപ്പോൾ അവർക്കങ്ങനെ ക്രോഡീകരിച്ച വിവരങ്ങൾ ഇല്ല എന്ന അവരുടെ വാദം നമ്മളൊരു വാദത്തിനായി അംഗീകരിച്ചാൽ തന്നെ അതെല്ലാം എടുക്കാൻ മണിക്കൂറുകൾ മാത്രം മതി. അതിനുള്ള സാങ്കേതിക സംവിധാനം ഇന്ന് SBIക്കുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം കോടതിക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയാവുന്ന, ഈ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയുന്നത്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് എല്ലാവരും തന്നെ നമ്മൾ പൊട്ടം കളിപ്പിക്കുക എന്ന് പറയുന്ന വിധത്തിൽ സുപ്രീം കോടതിയെ പൊട്ടം കളിപ്പിക്കാനുള്ളൊരു ശ്രമം SBIയിലൂടെ നരേന്ദ്രമോദി നടത്തിയത്. അതിനുള്ള ശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്.